ഹലോ ഫ്രണ്ട്സ്, എനിക്കറിയാവുന്ന ചില മോട്ടിവേഷൻ ടിപ്സുകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറണമെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം. പ്രത്യേകിച്ച് ഈ ന്യൂ ജനറേഷൻ ലോകത്ത് അത് വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ജീവിതത്തിൽ ആകസ്മികമായ വെല്ലുവിളികളും ആപൽക്കരമായ സാഹചര്യങ്ങളും നാം നേരിടേണ്ടി വരുമ്പോൾ നാം പതറിപ്പോവുകയാണ് പതിവ്. നമ്മുടെ ആത്മധൈര്യം ഇല്ലാതായി പോകുന്നു. എന്നാൽ അങ്ങനെ അല്ലാത്തവരുമുണ്ട്. ഏത് ആപത്ത് വന്നാലും ഏത് പ്രതിസന്ധി കടന്നു വന്നാലും അതുകൊണ്ട് ഒന്നും പതറിപ്പോകാതെയും ആത്മവീര്യം നഷ്ടപ്പെടാതെയും സധൈര്യം എല്ലാം നേരിടുമെന്ന മനോഭാവത്തോടെയുള്ളവരാണവർ. യഥാർത്ഥത്തിൽ അവ തന്നെയാണ് നമുക്ക് വേണ്ടത്. എന്നാൽ ചില ആളുകൾ നിസ്സാര കാര്യത്തിൽ പോലും അസ്വസ്ഥരാകുന്നു. അവർ എപ്പോഴും നിരാശാബോധത്തിൽ കഴിയുന്ന നിഷ്ക്രിയരാണ്. മാത്രമല്ല, അടുത്തുള്ളവരെയും കൂടെയുള്ളവരെയും സ്വൈര്യം കെടുത്തുകയും ചെയ്യുന്നു. ഏത് വിഷമത്തിലും സമചിത്തത കൈവടിയാതെ ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുന്നവർ നിശ്ചയമായും അനുഗ്രഹീതരാണ്. ഏത് ഭീഷണി കേട്ടാലും, എന്ത് കുഴപ്പങ്ങൾ നേരിട്ടാലും, എന്ത് ദുഃഖങ്ങൾ വന്നാലും ഒരു മാറ്റവുമില്ലാതെ ഉറച്ചു നിൽക്കുവാൻ അവർ കഴിയുന്നു. നമുക്കാവശ്യം സ്ഥിരമായ ശാന്തിയും സ്വസ്ഥതയുമാണ്. അത് നാം ആന്തരികമായി നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് പുറത്ത് നമുക്ക് എവിടെയും കിട്ടുകയില്ല. മറ്റുള്ളതെല്ലാം താൽക്കാലികമായ ശാന്തി മാത്രമാണ്. അത് കഴിയുമ്പോൾ, അതിന്റെ സമയം കഴിയുമ്പോൾ ആ ശാന്തി ഇല്ലാതാകുന്നു. നമുക്ക് സ്ഥിരമായ ശാന്തി നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. എന്താണ് നാം അതിനുവേണ്ടി ചെയ്യേണ്ടത്? ഒന്നാമത്തേത്, നമ്മുടെ ജീവിത രീതി ശരിയായ രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കണം. അടുക്കും ചിട്ടയുമാകുന്ന ഒരു ജീവിതക്രമം വളർത്തിയെടുക്കണം. ഉദാഹരണത്തിന്, ഇത്തരത്തെ കാര്യങ്ങൾ ഈ ക്രമത്തിൽ ചെയ്യണമെന്ന് നിശ്ചയിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. ഒരു കാര്യം ചെയ്യാൻ ആരംഭിച്ച് വേഗത്തിൽ അത് വിട്ടിട്ട് മറ്റൊന്നിലേക്ക് തിരിയുകയും അത് പൂർത്തിയാകാതെ പാതിവഴിയാക്കി മറ്റൊന്നിലേക്ക് തിരിയുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് മനസ്സിന് സ്വൈര്യവും തൃപ്തിയും ഉണ്ടാവുകയില്ല. പ്രകൃതിയിൽ തന്നെ നോക്കിയാൽ നമുക്ക് ഒരു ക്രമം, നമുക്ക് അവിടെയെല്ലാം ഒരു താളക്രമം അവിടെയെല്ലാം ദർശിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നാം നമ്മുടെ ജീവിതത്തിലും അത്തരത്തിലൊരു ചിട്ടപ്പെടുത്തിയെടുത്ത ഒരു ചര്യ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, നാം നമ്മുടെ മനസ്സിന് ശ്രേഷ്ഠമായ ചിന്തകൾ കൂടി കൊണ്ടുപോകണം. പോസിറ്റീവായ സർഗാത്മകമായ ചിന്തകൾ ലയിക്കുന്ന രീതി നാം സ്വായത്തമാക്കണം. നമ്മുടെ ചിന്ത പോസിറ്റീവായിരിക്കണം. നിഷേധാത്മക ചിന്തകൾ നാം പാടെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. നെഗറ്റീവായ തോട്ട്സുകൾ നമുക്ക് ഉപകാരം ചെയ്യുകയില്ല. നാം നമ്മെ തന്നെ നമ്മുടെ ചിന്തകളെ നാം നിരീക്ഷിക്കേണ്ടതുണ്ട്. അതിലൂടെ നമുക്ക് ഒരു പതറാത്ത മനസ്സിനെ, വളരെ പവർഫുള്ളായിട്ട് മനസ്സിനെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. മൂന്നാമത്തേത്, സ്വന്തം കാര്യങ്ങൾ മാത്രം ഒഴുകിയുള്ള സ്വാർത്ഥമായ സമീപനത്തെ നാം അതിജീവിക്കേണ്ടതുണ്ട്. ദൈവം നമ്മെ ഒരു സാമൂഹിക ജീവിയായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലും അവരുടെ നന്മയിലും താല്പര്യമെടുത്ത് മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമം വർദ്ധിപ്പിക്കും തോറും നമ്മുടെ മനസ്സിന് സമാധാനം കൂടിക്കൊണ്ടേയിരിക്കും. നാം ആദ്യം നമ്മെ സ്നേഹിക്കുകയും അതുപോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുവാൻ നാം ശ്രമിക്കണം. മറ്റുള്ളവർക്ക് നമ്മുടെ ശ്രദ്ധയും താല്പര്യവും തിരിയണം. അപ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും നല്ല ബന്ധങ്ങൾ ദൃഢപ്പെടുത്താനും സാധിക്കുമ്പോൾ അതിലൂടെ ബന്ധങ്ങൾ ഭദ്രമാവുകയും സന്തോഷവും സമാധാനവും സ്വാഭാവികമായി നമുക്ക് ലഭിക്കുകയും ചെയ്യും. അവസാനമായി പറയാനുള്ളത്, എനിക്ക് നമ്മുടെ മനഃശാന്തി പുറമെ നിന്ന് വന്നു ചേരുന്നതല്ല, അത് അകമേ നാം വളർത്തിയെടുക്കേണ്ടതാണ്. അതിനുള്ള ശ്രമം നാം ചെയ്തേ മതിയാകൂ. Thank you for watching. Goodbye.